നന്ദനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടൻ കളിയാക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നന്ദനയ്ക്കത് മനസ്സിലായിട്ടില്ല. പ്രേക്ഷകർക്ക് ചിലർക്കെങ്കിലും അത് മനസ്സിലായിട്ടുണ്ടാവും. നന്ദനയെ ആക്കി വിട്ടതാണ് ലാലേട്ടൻ എന്നുള്ള കാര്യം. നന്ദനയുടെ അടുത്ത് എങ്ങനെ പോകുന്നു, ഗെയിമൊക്കെ എങ്ങനെയുണ്ട്, വീട് എന്നൊക്കെ ചോദിച്ച സമയത്ത് നന്ദന അവിടെ കുഴപ്പമില്ല, ഞാൻ നന്നായി ഗെയിം കളിക്കുന്നുണ്ട്, നല്ല രീതിയിൽ പോകുന്നുണ്ട് എന്നൊക്കെ നന്ദന പറഞ്ഞിട്ട് അവിടെ നന്ദന പറഞ്ഞൊരു വാചകം ഉണ്ടായിരുന്നു, എന്നെ കയറി ചൊറിയാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ കയറി മാന്തും എന്നുള്ളത്. അത് കേട്ടപ്പോൾ ലാലേട്ടൻ തിരിച്ചു പറഞ്ഞൊരു ഡയലോഗുണ്ട്, ചൊറിയാൻ തോന്നുന്നവരൊന്ന് ചൊറിഞ്ഞാൽ മതി, മാന്തി തരും എന്നുള്ള ഒരു കാര്യം അവിടെ പറയുന്നുണ്ട്. അതായത് കളിയാക്കിക്കൊണ്ടാണ് ലാലേട്ടൻ പറയുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാന്തിൽ വേണം എന്നുണ്ടെങ്കിൽ ഒന്ന് ചൊറിഞ്ഞാൽ മതി, മാന്തി കിട്ടും എന്നുള്ളൊരു കളിയാക്കിയോണം പറഞ്ഞ പോലെയാണ്, നന്ദനേനെ ഒന്ന് ആക്കി പറഞ്ഞ പോലെയാണ് എനിക്ക് ആ ഒരു വാചക ലാലേട്ടൻ പറഞ്ഞ സമയത്ത് തോന്നിയത്. ഈ ഒരാഴ്ച കൊണ്ട് നന്ദനയ്ക്ക് സത്യം പറഞ്ഞ് ഞാൻ വീട്ടിനുള്ളിൽ ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു മത്സരാർത്ഥിയായി നന്ദന അതിൻ്റെ ഉള്ളിലേക്ക് വന്നു എന്നല്ലാതെ അവിടെ ജാസ്മിനെ ടാർഗറ്റ് ചെയ്യുക എന്നൊരു കാര്യം മാത്രം നന്ദനയ്ക്കുള്ളൂ. വേറെ ഒരു മത്സരാർത്ഥികളെയും ഇതുവരെ നന്ദന ടാർഗറ്റ് ചെയ്തിട്ടില്ല, ഒരാൾക്ക് പോലും എതിർത്ത് സംസാരിച്ചിട്ടില്ല, ഒരു മെയിനായിട്ടുള്ള ഒരു കണ്ടന്റ് പോലും കൊടുക്കാൻ സാധിച്ചിട്ടില്ല, ആരുടെ അടുത്തും ഒരു തരത്തിലുള്ള ഗെയിമും പുറത്തെടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ആകെ ജാസ്മിനെ കയറി 1-2 തവണ ഒന്ന് ചൊറിഞ്ഞു എന്നല്ലാതെ നന്ദനയ്ക്ക് മറ്റൊരു ഗെയിം അവിടെ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല. അത് തന്നെയാണ് വീട്ടുകാരുടെ മനസ്സിലുള്ളത്. വീട്ടുകാരെല്ലാവരും 6ാം സ്ഥാനമാണ് നന്ദനയ്ക്ക് കൊടുത്തത്. അപ്പോഴും നന്ദന പറയുന്നുണ്ടായിരുന്നു, ഒരു കയറുകൊണ്ടുള്ള കിരീടമൊക്കെയാണ് അവിടെ വെച്ച് കൊടുത്തത്. ആ സമയത്ത് നന്ദന പറയുന്നുണ്ടായിരുന്നു, ഈ കയറ് ഞാൻ വരിഞ്ഞു മുറുക്കി ഇവരെ എല്ലാവരും ഞാൻ ശരിയാക്കുന്നുണ്ടെന്ന്. ഒരു ചുക്കും ചെയ്യാമാണെന്ന് പോകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനുള്ള കപ്പാസിറ്റി ആ കുട്ടിക്ക് ഉണ്ടെന്ന് ഈ ഒരാഴ്ച കൊണ്ട് ആ കുട്ടി കാണിച്ചിട്ടില്ല. ആകെ വെറുതെ ജാസ്മിനെ കയറി ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ട് ഞാൻ വിറയ്ക്കുന്നേ, എനിക്ക് വിറ വരുന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാണിച്ചുകൊണ്ടുള്ള ഒരു കോപ്രായം മാത്രമായിട്ടാണ് തോന്നിയത്. ആ വീട്ടിലുള്ള ബാക്കിയുള്ള മത്സരാർത്ഥികളുടെ അടുത്ത് എതിർത്ത് തോൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ നന്ദന നല്ലൊരു ഗെയിം തന്നെ പുറത്തെടുക്കണം. അതിനെ നന്ദനയ്ക്ക് കഴിയുമെന്ന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രേക്ഷകർക്ക് ആർക്കും തന്നെ തോന്നാത്തൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയായിരിക്കണം ലാലേട്ടൻ ഒന്ന് ആക്കി വിട്ടതെന്ന് എനിക്ക് തോന്നി.